ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം റിലാക്സ് ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, 2 ദിവസമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പി വി അൻവർ, ഞാനുമായി സംസാരിച്ച സമയത്ത് പി വി അൻവർ പറയായിരുന്നു, ഉറക്കം പോയി ചങ്ങാതി, എത്ര നാളായി ഇതിന് പിന്നാലെ നടക്കുന്നു എന്നാണ്. എന്തായാലും ചെറിയൊരു ആശ്വാസം കൂടിയായെന്ന് തോന്നുന്നു. ഇന്നലെ വന്ന വാർത്ത അങ്ങ് കേട്ട് കാണുമല്ലോ, നമ്മുടെ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം 7 ദിവസത്തിനു ശേഷം പ്രഖ്യാപിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നിപ്പോൾ പുലർച്ചെ മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. ഒക്ടോബർ 1 തീയതിക്ക് മുമ്പ് തന്നെ SITയുടെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. എന്താണ് അങ്ങ് കരുതുന്നത്? ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാനുള്ള നടപടിയുടെ തുടക്കമായിട്ട് നമുക്കതിനെ കാണാമോ പി വി അൻവർ? ഫോണ് കട്ടാവാണല്ലോ. കോൾ കട്ടായിട്ടുണ്ട്. ശരി, കോൾ റീകണക്ട് ചെയ്യാം. അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ റീകണക്ട് ചെയ്യാം. ശ്രീ പി വി അൻവർ, ഞാൻ ചോദിച്ചത് ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതും റിപ്പോർട്ട് ഒക്ടോബർ 1 തീയതിക്ക് മുമ്പ് കൊടുക്കുന്നതും ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാർ പുറത്തേക്ക് എന്നതിന്റെ സൂചനയാണോ? അല്ല, അതിൽ അരുൺ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ ദേശാഭിമാനി പത്രം ഒന്ന് നോക്കണം. അതിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്ത ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് ഇന്നലെ വ്യാഴാഴ്ച, ഇന്നലെ വൈകുന്നേരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തുന്നത്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഓർഡർ ആക്കുകയാണ്. നമ്മൾ ആ വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 5-8 ദിവസമായി ബഹുമാനപ്പെട്ട DGP ഇങ്ങനെ ഒരു ശുപാർശ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ ഫയൽ വരുന്നത് ഇന്നത്തെ ദേശാഭിമാനി റിപ്പോർട്ട് പ്രകാരം ഇന്നലെയാണ്. എത്തിയ ഉടനെ അദ്ദേഹം അതിന് അനുമതി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ ഫയലുകൾ പിടിച്ചു വെച്ച് ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുൾമുനയിൽ നിർത്തി അനാവശ്യമായ സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയത്തിലുമുണ്ടായി. നിങ്ങൾ പോലും ചർച്ച ചെയ്തു, പലരും ചർച്ച ചെയ്തു. ചർച്ച ചെയ്യാത്ത സാധാരണ മനുഷ്യർ അങ്ങാടികളിൽ ഇത് ചർച്ചയാണ്. എന്താണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ട് അതിന് അനുമതി കൊടുക്കാത്തത്? വാസ്തവം ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയോട് തീരുമാനമെടുക്കാനാവുന്ന ഫയലുകൾ വേണ്ടത്ര വേഗതയിൽ കാര്യക്ഷമമായി എത്തിക്കുന്നില്ല. അതാണ് താങ്കൾ അന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശി ഒരു പരാജയമാണെന്ന്. ഞാൻ ശ്രീ പി വി അൻവർ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ചൂണ്ടിക്കാണിച്ചത്? കാത്തുവെച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കാൻ എന്തിനായിരുന്നു ഇത്ര താമസം? ഇന്നലെ വൈകുന്നേരം വരെ എന്തിനാ ഈ ഫയൽ അദ്ദേഹം പിടിച്ചു വെച്ചത്? അത് ശരിയായ നിലപാടല്ലല്ലോ. വീണ്ടും ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് തന്നെയല്ലേ. ഇത്രയും വിമർശനം ഉയർന്നിട്ട് പോലും. ഹലോ, കേൾക്കാം. ഇടയ്ക്ക് കോള് കട്ടായതാ, താങ്കൾക്ക് തുടരാം ശ്രീ പി വി അൻവർ. അതെ. അപ്പോൾ ഇത്രയും ആശങ്ക ഉണ്ടായിട്ട് ഈ ആളുകളുടെ ഈ വിമർശനം ഉണ്ടാക്കാൻ ഈ 8 ദിവസം ഈ ഫയൽ എന്തിനാണ് ഈ പി ശശി പിടിച്ചു വെച്ചത്? അവിടെയാണ് ഇതിൻ്റെ വിഷയം. അത് പരിഹരിക്കപ്പെടാതെ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല. ശരി, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ കൊടുത്ത പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ എണ്ണി പറയുന്നത്? കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ, അതല്ലാതെ കേവലം ആരോപണങ്ങൾ എന്ന നിലയിൽ മാത്രമാണോ ഈ ഘട്ടത്തിലുള്ളത്? അല്ല, ഞാൻ കൃത്യമായി ഓരോ 1 by 1 നമ്പർ ഇട്ടിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു സ്വകാര്യമായി കൊടുത്തൊരു കോൺഫിഡൻഷ്യൽ ലെറ്ററാണ്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ വിഷയമാണ്. അതെന്തായാലും ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലേക്ക് ഡോക്ടർ അരുൺ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്കത് പറയാൻ ഇപ്പോൾ ശരിയാണ്. താങ്കൾ CPM-ന്റെ സഹയാത്രികനായ പാർലമെന്ററി പാർട്ടി അംഗമായ ഒരു MLA എന്ന നിലയിൽ താങ്കൾക്ക് ആ പാർട്ടിയുടെ ചട്ടങ്ങൾ താങ്കൾക്കും ബാധകമാണ്, ആ ഇടതുമുന്നണിയുടെ നിലപാട് താങ്കൾക്കും ബാധകമാണ്. പക്ഷേ എൻ്റെ സംശയം, താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരാജയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ താങ്കൾ ഒന്നുകൂടി ആരോപണം കടുപ്പിക്കുന്നുണ്ട്. ഇത് പിടിച്ചുവയ്ക്കുകയും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ രണ്ടാം ഘട്ടം എത്തുമ്പോഴേക്ക് കുറച്ചുകൂടി ആരോപണം കടുപ്പിക്കുന്നുണ്ട് താങ്കൾ.